ഞാൻ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഈ ഓഫീസിൽ പെട്ടെന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ രാവിലെ എന്തെങ്കിലും ഒരാഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാൻ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ പെട്ടെന്ന് അവർക്കൊരു സ്നാക്സ് നമുക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. ഈ ബ്രെഡ് കൊണ്ട് അതെന്ത് ചെയ്യണമെന്ന് ഞാൻ തയ്യാറാക്കി കാണിച്ചു തരാവേ. പിള്ളേർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും. നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് ചോറും കറികളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നല്ലത് അവർക്കിത് ഉച്ചയ്ക്കൊരു പെട്ടെന്നൊരാഹാരമായിട്ട് കഴിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിചാരം. അതിനായിട്ട് നമ്മൾ 2 മുട്ട, 2 1 എത്ര കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 മുട്ടയാണെങ്കിൽ 2 പേർക്ക് കൊടുത്തു വിടാം. ഒന്നാണെങ്കിൽ ഒരാൾക്ക് കൊടുത്തു വിടാം. ഞാനിപ്പോൾ രാവിലെ എൻ്റെ പ്രഭാത ഭക്ഷണമായതുകൊണ്ട് ഞാൻ 2 മുട്ടയും എടുത്തു. നല്ലപോലെ മുട്ട അടിച്ച് കൊടുക്കണേ. അതിനകത്ത് ഒരു ശകലം ഉപ്പ് ചേർക്കണം. ശകലം ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മുട്ട അടിച്ച് പറിച്ചിട്ട് നമ്മൾ ചൂടായ പാനിലേക്ക് ഒഴിക്കുക. ചൂടായ പാനിലേക്ക് ഒഴിച്ച് വേകുന്നതിന് മുമ്പ് തന്നെ ഈ ബ്രെഡ് അതിൽ മുക്കിയിട്ട് തിരിച്ച് വെക്കുക. തിരിച്ച് വെക്കുക. ഇപ്പോൾ ഞാനത് 4 വശത്തുനിന്നും മടക്കി തിരിച്ചു മറിച്ച് വിട്ടൊന്ന് വേവിച്ചു. നമ്മളിനി ചട്ടുകം വെച്ച് ഇങ്ങനെ മുറിച്ചും വേണേൽ കൊടുക്കാം. ഇങ്ങനെ 4ആയിട്ട് മുറിച്ചും വേണമെങ്കിൽ കുട്ടികളുടെ ടിഫിൻ ബോക്സിനകത്ത് കൊടുത്തു വിടാം. പെട്ടെന്ന് തയ്യാറാക്കാൻ രാവിലെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഒരെണ്ണം കൂടെ കാണിക്കാം. എല്ലാവർക്കും ബിങ്കോ ഇഷ്ടമാണല്ലോ. പിള്ളേരോട് പറഞ്ഞാൽ മതി തിന്നാൻ. ഈ ബിങ്കോ തിന്നുന്ന കൂടെ മുട്ടയും കൂടെ അങ്ങ് തീറ്റിച്ചാലോ? നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ട് ഒരു കൂടി ബിങ്കോ എടുക്കും. അതും 2 പേർക്കാണെങ്കിൽ 2 പേർക്കാണെങ്കിൽ എടുത്താൽ മതി ഒരു ബിങ്കോ. ഒരാൾക്കാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇപ്പം ഞാൻ ഈ സ്നാക്സ് കാണിച്ചത് കുട്ടികൾക്കായതുകൊണ്ടാണ് മുളക് പൊടി ഒന്നും ചേർക്കാഞ്ഞത്. ഇപ്പോൾ പ്രായമായവർക്ക് അല്ലെങ്കിൽ വലിയവർക്ക് കൊണ്ടുപോകാൻ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ അതിനകത്ത് നമുക്ക് ശകലം മുളക് പൊടിയും ശകലം കുരുമുളകും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വെതറിയിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പം ബിങ്കോ ഉള്ളത് കൊണ്ട് ഉപ്പ് വേണ്ടേ. ഉപ്പ് വേണ്ട. ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു, ഒരു ബിങ്കോയും ഒഴിച്ചു. ഇനി നമുക്ക് ഇഷ്ടമാണ് പച്ചമുളകോ ഉള്ളിയോ ഒക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പിള്ളേർക്ക് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മുളക് പൊടിയുടെ എരിവെന്നൊക്കെ പറഞ്ഞാൽ ശകലം എരിവല്ല ഉള്ളോ, അതൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ബിങ്കോയും മുട്ടയും കഴിക്കാൻ ഇഷ്ടം. ബിങ്കോ കഴിക്കാൻ പറഞ്ഞാൽ എല്ലാവരും കഴിക്കും. ഇപ്പോൾ കുട്ടികൾക്കുള്ള ഒരു സ്നാക്സ് ആയത് പെട്ടെന്ന്. നേരത്തെ നമുക്ക് ഇപ്പോൾ ഒരെണ്ണം ആയതുകൊണ്ട് എത്രയും വലിപ്പം 2 എണ്ണം 3 എണ്ണം ഒക്കെ ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ ചീനിച്ചട്ടി നിറഞ്ഞിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരുവാ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇനി ഇത് വേകട്ടെ. അപ്പോൾ അത് കല്ലേ വെച്ചത് ഇങ്ങനെ വെന്തതാണേ. ഇപ്പോൾ നമ്മൾ തിരിച്ച് മടക്കി വെച്ച് ഇങ്ങനെ മടക്കി വെച്ചു. ഇങ്ങനെ എടുത്തിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്യും. ഒരു മുട്ടയുള്ളൂ. അപ്പോൾ ബിങ്കോ എന്ന് പറയുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. പെട്ടെന്ന് കുട്ടികൾക്ക് രാവിലെ ടിഫിൻ ബോക്സിനകത്ത് ഇത് വെച്ച് കൊടുത്തുവിടാം. 1 2 മുട്ട നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. യൂട്യൂബ് ചാനലിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.